ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണുള്ളത്. അപ്പോൾ ചാവക്കാട് ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആണ്, കളർഫുൾ വീഡിയോ ആണ്. ചാവക്കാട് മണത്തല നേർച്ച. നമ്മളിപ്പോൾ മലബാറിൽ കാണുന്ന നേർച്ച പോലെയല്ല ഇവിടുത്തത്, ഒരു കളർഫുള്ളാണ്. ആനയും അതുപോലെ തന്നെ ഓരോ ക്ലബിൻ്റെ വക ശിങ്കാരി മേളം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കോൽക്കളി, അതുപോലെ ദഫ്മുട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ സുഹൃത്ത് സിനാൻ്റെ വൈഫിൻ്റെ വീട് ഇവിടെ അടുത്താണ്. അത് അവരെ മുഖാന്തരമാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കൂടി അവസരം കിട്ടിയത്. അപ്പോൾ വലിയൊരു സംഭവം തന്നെയാണ്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക, എന്തായാലും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയറും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ നല്ല കളർഫുൾ വീഡിയോയുമായി നമുക്ക് കാണാം. ഈ പള്ളിയാണ് ചന്ദനക്കുടം നേർച്ച നടക്കുന്ന മണത്തലയിലെ പള്ളി, ജുമാ മസ്ജിദ് പള്ളി. ശരിക്ക് ഈ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ, ഇതിൻ്റെ ചെറിയൊരു ചരിത്രം പറയുമ്പോൾ, കൊല്ലവർഷം 967 മൂസാൻകുട്ടി മൂപ്പൻ മകൻ ഹൈദ്രോസ് മൂപ്പൻ്റെ സ്മരണാർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ഖബറാണ് ഇവിടെയുള്ളത്. ടിപ്പു സുൽത്താൻ്റെ വലിയൊരു സ്നേഹിതൻ കൂടിയായിരുന്നു. അപ്പോൾ ഒരു ചതിയിൽപ്പെടുത്തി കൊന്നതാണ് എതിർശക്തികൾ. അപ്പോൾ ഇവിടുത്തെ അന്നത്തെ സാമൂതിരി ആ കാലത്തുള്ള ഏറ്റവും നല്ല ബഹുമതിയോടുകൂടി ആനയും പരിവാരങ്ങളും ചന്ദനക്കടവും ഒക്കെ വെച്ച് അത്ര നല്ല രീതിയിൽ അന്നത്തെ ഏറ്റവും നല്ല പരമോന്നത ബഹുമതിയിൽ തന്നെ മൃതദേഹം കബറടക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു നേർച്ച കൊണ്ടാടുന്നത്. മകരം 15-ാം തീയതിയാണ് എല്ലാ വർഷവും കൊണ്ടാടുന്നത്. അപ്പോൾ നേർച്ചയ്ക്ക് പ്രധാനം ഇവിടുത്തെ നാട്ടുകാരുടെ മതസൗഹാർദ്ദം തന്നെയാണ്. ഹിന്ദു മുസ്ലിം മതസൗഹാർദ്ദം വേറിട്ട കാഴ്ച തന്നെയാണ്. ഓരോരോ ക്ലബ്ബുകാരാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് സഹൃദയ ക്ലബിൻ്റെ വകയുള്ള നേർച്ചയുടെ കാഴ്ച വരവിൻ്റെതാണ്. ഇതാണ് സഹൃദയ ടീം. ഇവിടെ പിറന്നു വീഴുന്ന ഓരോരോ കുട്ടികളും ഈ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി മാറുകയാണ് എനിക്ക് തോന്നുന്നത്. അത്രയേറെ നല്ലൊരു നാട്ടുകാർ, അവരുടെ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെയാണ് ഈ ഒരു ആഘോഷം എന്ന് പറയാം. അപ്പോൾ ഒരു കാലത്ത് ചാവക്കാട് ഭാഗത്തെ ഏറ്റവും നിർധനരായിട്ടുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു തന്നെയായിരുന്നു ചാവക്കാട് സാമൂതിരിയുടെ വലങ്കൈ തന്നെയായിരുന്നു ഈ ഹൈദ്രോസ് മൂപ്പൻ. അപ്പോൾ പാവപ്പെട്ടവരുടെ കണ്ണിലുണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയൊരു ദിവ്യത്വമുള്ള ആളായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇങ്ങനെ ഒരു നേർച്ച കൊണ്ടാടുന്നത്. ഓരോരോ ഭാഗത്തു നിന്നായിട്ട് പള്ളിയിലേക്ക് പോകുന്നതാണ് കാഴ്ച. ഓരോരോ ക്ലബ്ബുകാരെ വഴി ഇങ്ങനെ ഓരോരുത്തരുടെ ലിങ്ക് ആകും. റോഡിൽ നിന്നിങ്ങനെ കടന്ന് അങ്ങനെ പോവുക വേണ്ടത്. അപ്പോൾ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അത്രയും തിരക്കായിരിക്കും. ആ തിരക്കിനിടയിലും ഞാൻ എടുത്ത വീഡിയോ ആണിത്. മനോഹരമായൊരു ദഫ്മുട്ട് തന്നെയാണിത്, കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ ശ്രദ്ധിക്കപ്പെട്ടത്, വളരെ നല്ല രീതിയിൽ
ആനപ്പുറത്തിരുന്ന് ചാറ്റ് ചെയ്യുന്ന ഒരു വികൃതനെയാണ്. അപ്പോൾ വിരുദ്ധൻ നല്ല രീതിയിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അറിയാതെ വീഡിയോ എടുത്തതാണ്. നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ മൂപ്പർ പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ കണ്ണിൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് അത് മൂപ്പർ ഒരു കൈ കൊണ്ട് പതാക അവരുടെ ഫ്ലാഗ് വീശിക്കൊണ്ടുകൊണ്ട് അവസാനം എൻ്റെ മുന്നിൽ പെട്ടു. അപ്പോൾ എന്നെ കണ്ടു. ഞാൻ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു. അത് രസമായി. ഇവിടുത്തുകാരുടെ ഒരു ആഘോഷം തന്നെയാണ്. ജാതി മതഭേദമന്യേ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു വലിയൊരു കാഴ്ച തന്നെയാണ്. ആനപ്പുറത്ത് കുട്ടികൾ വളരെ സന്തോഷത്തോടെ അത് ഇന്നും ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞ് 262ാമത് വർഷമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അത്രയും വർഷങ്ങളായിട്ടും ഇതിനൊരു പൊലിമ കൂടിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. എത്ര കൊല്ലം കഴിഞ്ഞാൽ ഇത് കൂടിക്കൂടി വരുന്നേ എനിക്ക് തോന്നുന്നു. അത്രയേറെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ ആർത്തുല്ലസിച്ച് കൊണ്ടാടുകയാണ്. ഒരുപാട് ആനകൾ ഉണ്ടാകും. അപ്പോൾ ആനകളെ ഒരു നീണ്ടനിര തന്നെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ആനകൾ നേരെ പള്ളിയിലേക്ക് കയറി പള്ളിയിൽ നിന്ന് ആന ചിഹ്നം വിളിക്കും, ഖബർ നോക്കിയിട്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വലിയൊരു സംഭവം തന്നെയാണ്. ഈ ഒരു നേർച്ച എന്തായാലും വലിയൊരു കാഴ്ച തന്നെയാണ്. ഇത് മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ഈ നേർച്ച കേരളത്തിലുള്ളവർ കണ്ടിരിക്കണമെന്ന് ഞാൻ പറയൂ. അത്രയേറെ ഹൃദ്യമാണ് ഈ കാഴ്ച.